السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബത്തിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്, അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ്. ആ മുത്തുനബിയെയും സ്വഹാബത്തിനെയും അങ്ങേയറ്റം വേദനിപ്പിക്കുകയും കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്ത മക്കത്തെ മുശ്രിക്കീങ്ങളോട് നമുക്ക് കഠിനമായ വെറുപ്പും ദേഷ്യവുമാണ്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരോട് ഒരു നിലക്കും സ്നേഹമോ അല്ലെങ്കിൽ ഒരു കരുണയോ നമ്മൾ അവരോട് കാണിക്കുകയില്ല. എന്നാൽ ഈ മക്കത്തെ മുശ്രിക്കീങ്ങളെ വെള്ളപൂശുകയും അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് വഹാബികൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും അങ്ങേയറ്റം വേദനിപ്പിച്ച് മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജ്റ വരെ പോകേണ്ടി വന്ന അത്രയും ശത്രുതയുള്ള ആ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് വഹാബികൾ. എന്നിട്ട് അവരെ പറ്റി ഇവർ പറയുന്നത് മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ ഹജ്ജ് ചെയ്തിരുന്നു, അവർ അള്ളാഹുവിന് നോമ്പനുഷ്ഠിച്ചിരുന്നു. ഇങ്ങനെ അവരെ നല്ല നിലക്ക് അവരെ വെള്ളപൂശുന്ന ഒരു വിഭാഗം ആളുകളാണ് വഹാബികൾ. ഏതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും മുസ്ലിമീങ്ങളുടെ പള്ളികൾ കയ്യേറുകയും അത് പൊളിക്കുകയും ചെയ്യുന്ന RSSകാർ. ഈ RSSകാർ അവർ നല്ലവരാണ്, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്ന് പറയുന്നത് പോലെയല്ലേ ഇത്? മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും മുസ്ലിമീങ്ങളെ പള്ളി കയ്യേറുകയും ചെയ്യുന്ന ഈ RSSകാരെ കുറിച്ച് നല്ല വർത്തമാനം പറയുക, അവരെ വെള്ളപൂശുക, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണ് എന്ന് പറയുന്നത് പോലെയല്ലേ മക്കത്തെ മുശ്രിക്കീങ്ങളെ വെള്ളപൂശുന്ന ഇവർ? ഏതായാലും വഹാബികളുടെ തനി നിറമാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ ഇതേ ആശയം മൻസൂർ മണ്ണാർക്കാടും ഏറ്റുപിടിക്കുന്നു. പലപ്പോഴും ചില ആളുകൾ വിചാരിക്കും മൻസൂർ മണ്ണാർക്കാട് മുജാഹിദൊന്നും അല്ലല്ലോ, പക്ഷെ മൻസൂർ മണ്ണാർക്കാട് തനി മുജാഹിദാണ്. അപ്പോൾ മൻസൂർ മണ്ണാർക്കാട് പറയുന്നത് നമുക്ക് കേൾക്കാം. അള്ളാഹുവിനെ അറിയാത്തവരായിരുന്നോ അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, അതുപോലെ അബൂലഹബ്? അല്ലേ? അല്ലാന്ന് വിശ്വസിച്ചവരായിരുന്നോ അതോ അല്ല ഉണ്ട് എന്ന് പറഞ്ഞവരായിരുന്നോ? പറയല്ലേ മൂല്യരെ, അള്ളാഹുവിനെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്ന മക്കാ മുശ്രിക്കുകളും അല്ലാത്ത ലാത്ത ഔലിയാക്കാനോടും ഉസ്സ ഔലിയാക്കാനോടും അതുപോലെ തന്നെ അബുലവലയോടും മറ്റുള്ള ആരാധ്യന്മാരോടും എല്ലാം തേടിയിരുന്നു. ഇബ്രാഹിം നബിനോടും തേടിയിരുന്നു, ഉസൈർ നബിനോടും തേടിയിരുന്നു, ഇസ്മായിൽ നബിനോടും. അപ്പോ മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ വ്യക്തമായി അറിഞ്ഞിരുന്നു. അള്ളാഹുവിനെ നല്ലോണം അറിഞ്ഞവരാണ് ആര്? മക്കത്തെ മുശ്രിക്കീങ്ങൾ. എന്നിട്ടോ ആ മക്കത്തെ മുശ്രിക്കീങ്ങൾ ലാത്തനോട് തേടി, ഉസ്സനോട് തേടി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തേടി. അപ്പോൾ സുന്നികളെ പോലെ തന്നെയാണ് മക്കത്തെ മുശ്രിക്കീങ്ങളും എന്ന് പറയാനാണ് ഇത് സമർത്ഥിക്കുന്നത്, ഇത് പറഞ്ഞു വരുന്നത്. സുന്നികൾ മഹാന്മാരോട് സഹായം ചോദിക്കുന്നു, അതേപോലെ മക്കത്തെ മുശ്രിക്കീങ്ങൾ ലാത്തനോടും ഉസ്സനോടും സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മക്കത്തെ മുശ്രിക്കീങ്ങളെ പോലെയാണ് ഈ നാട്ടിലെ സുന്നികൾ എന്ന് പറയാനാണ് ഇത് പറയുന്നത്. ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് അത് വളരെ വ്യക്തമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് കൊണ്ട് അത് ഇതിന് മറുപടി പറയുന്നുണ്ട്. ഒരു മുഖാമുഖത്തിൻ്റെ ഭാഗമാണ്. വീഡിയോക്ക് ചെറിയ ക്ലിയർ കുറവുണ്ടെങ്കിലും പഠിക്കേണ്ട ആളുകൾക്ക് ഒരുപാട് വിശദീകരണങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ഉസ്താദ് സമർത്ഥിക്കുന്നുണ്ട് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്നുള്ളത്. അപ്പോൾ പഠിക്കേണ്ട ആളുകൾ അത് കേൾക്കുക. മാത്രമല്ല ഈ മുഖാമുഖത്തിൽ അദ്ദേഹം രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഉസ്താദിൻ്റെ വിശദീകരണം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, സുന്നികളാരും മഹാന്മാരെ ആരാധിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു, അത് അദ്ദേഹം അങ്ങനെ സമ്മതിക്കുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്നൊക്കെ അള്ളാഹിനോട് ചോദിക്കേണ്ട ആവശ്യം എന്താ? അള്ളാഹു കണ്ട നാടിയേക്കാൾ നിങ്ങളുടെ അടുത്താണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ബദരീങ്ങളാൽ തുണ റബ്ബന അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്നൊക്കെ അള്ളാഹിനോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ വ്യക്തമായി മറുപടി പറയുന്നു. അപ്പോൾ പഠിക്കേണ്ട ആളുകൾ എല്ലാവരും കേൾക്കുക, മനസ്സിലാക്കുക, തെറ്റിദ്ധാരണ നീക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് ആരും ജയിക്കാനോ തോൽപ്പിക്കാനോ ഒന്നല്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആഖിറ രക്ഷപ്പെടാനാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രബോധനവുമായി വന്നപ്പോ മക്കാ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് ഖുർആൻ തന്നെ സാക്ഷിയാണ്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർളി ലയഖൂലന്നല്ലാഹ്. ആരാണ് ആകാശഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ഓല് അള്ളാഹാണെന്ന് പറയും. അതുപോലെ തന്നെ മറ്റു കുറെ ഇതിൽ തുടർന്ന് വരുന്ന കുറെ ആയത്തുകളിൽ അള്ളാഹുവിനെ കുറിച്ച് അവരങ്ങനെ പറയാറുണ്ട്. അള്ളാഹു പിന്നെ എന്തിനാണ് ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബിന്റെ പ്രതിമ പോലത്തെ ആൾ ഇതൊക്കെ
കഅബയിൽ വെച്ചിട്ട് ആരാധിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും ഇപ്പോ ഇന്നത്തെ സുന്നി വിശ്വാസം അല്ലെങ്കിൽ എന്തിനാ റിഫാഷിഖിനെ വിളിക്കണെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേക കഴിവൊന്നുമില്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഓല ആരാധിക്കണില്ല, അള്ളാഹിലേക്ക് അടുപ്പിക്കാനാണ്, അല്ലെങ്കിൽ സുബ്ഹാന ഇന്ദല്ലാ തുടങ്ങിയ വാദഗതികളാണ് ഉദ്ധരിക്കപ്പെടുന്നത്. ഇതിൽ യഥാർത്ഥ തൗഹീദാണോ? വനഹ്നു അഖ്റബു മിൻകും മിൻ ഹബലിൻ വരീദ്, ഞാൻ നിങ്ങളുടെ കണ്ടനാടിയോളം അടുത്തവനാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വിട്ടിട്ട് നമ്മൾ ഇടയിൽ അങ്ങനെ ഒരാളെ പ്രാർത്ഥിച്ചാൽ അള്ളാഹുലേക്ക് എത്തൂ എന്നുള്ള സുന്നി ഇപ്പോഴുള്ള സുന്നി വിശ്വാസം ശരിയാണോ എന്നറിയാണ് ചോദ്യം. തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയ സംബന്ധിയായി ചോദ്യകർത്താവ് ഒരുപാട് തെറ്റിദ്ധാരണയിലും അബദ്ധങ്ങളിലും പെട്ടിട്ടുണ്ട് എന്ന് സങ്കടത്തോടെ പറയേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ തുടങ്ങിയത് തന്നെ വലിയൊരു അബദ്ധവുമായിട്ടാണ്. അതെന്താണ്? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ വലിയ ഒരു കളവാണ്. നിങ്ങളുടെ സ്വന്തം വകയാവുകയില്ല, നിങ്ങൾക്ക് ആരോ പഠിപ്പിച്ചു തന്ന് തെറ്റിദ്ധരിപ്പിച്ചു തന്നതനുസരിച്ച് നിങ്ങൾ പറഞ്ഞതാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു വലിയ തെറ്റായ അബദ്ധമായ ഒരു കളവായ പ്രസ്താവനയാണ് നിങ്ങൾ പറഞ്ഞത്. എന്ത്? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നല്ല, വിശ്വാസമില്ല എന്നാണ്. എത്ര വചനത്തിലാണ് അള്ളാഹു അത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയോ? സൂറത്തുർ റഅദ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ് 5-ാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ചോളൂ, കാണാൻ കഴിയും. എന്താണ് അതിന്റെ അർത്ഥം? ഉലൈക, ഈ മക്കയിലുള്ള മുശ്രിക്കുകൾ, കാഫിറുകൾ, അവിശ്വാസികൾ, അവരുടെ അവസ്ഥ എന്താ? ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിനെ കൊണ്ട് അവിശ്വസിച്ചവരാണവർ. അവിശ്വസിക്കുക എന്നാണ്, വിശ്വസിക്കുക എന്നല്ല, വിശ്വാസം ഇല്ലാതിരിക്കുക എന്നാണ്. വിശ്വാസം ഇല്ലാത്തവരാകുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒന്നല്ല, ഒരുപാട് വചനങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അല്ലാഹുവിൽ റബ്ബിൽ വിശ്വാസം ഇല്ലാത്തവരാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആയത്ത് വേണമെങ്കിൽ ഇനിയും ഞാൻ ഓതിത്തരും. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ, സുന്നികളെ പോലെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയത് അത് ശരിയായ ഒരു ശൈലിയായിട്ടില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള എന്നൊരായത്തില്ലേ, അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഓതിയ ആ ആയത്തിന്റെ അർത്ഥം അതൊന്നുമല്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നല്ലേ? അല്ല. അങ്ങനെ ആരൊക്കെ നിങ്ങൾ പഠിപ്പിച്ചാലും അതൊക്കെ തെറ്റാണ്. അങ്ങനെ ഒരു വിശ്വാസം മുസ്ലിം ലോകത്തില്ല. വിവരമില്ലാത്ത ഏതോ മൗലവിമാര് നിങ്ങളെ പഠിപ്പിച്ചതാണത്. എന്താണ് അതിന്റെ അർത്ഥം? വലഇൻ സഅൽതഹും, മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവര് പറയും. അതാ ഖുർആൻ പറഞ്ഞത്, വിശ്വസിക്കുന്നല്ല പറഞ്ഞത്, പറയും. എന്താ പറയാ? അല്ലാഹ് എന്ന് പറയും. എന്താ കാരണം? എടോ, നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ ലാത്തയും ഉസ്സയും മനാത്തയും ഈ ബിംബങ്ങളും ഈ പ്രതിഷ്ഠകളും അവരാണ് ഈ അണ്ടകടാഹത്തെ, ഈ ആകാശത്തെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് എന്ന് ഒരു ബുദ്ധിയുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയോ എന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പൊ അവര് ലയഖൂലുന്ന, അവര് പറയുന്ന പറഞ്ഞാൽ പറയേണ്ടി വരും,
നിർബന്ധിതരായി അവർ പറയും അല്ലാ, അല്ലേ അല്ലാഹു ആണ് എന്ന് വായ കൊണ്ട് പറയും, ഖൽബ് കൊണ്ട് വിശ്വസിക്കും എന്നല്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞവരൊക്കെ പറഞ്ഞത് എന്താ? ഇഴ്തറഫൂന, നാവ് കൊണ്ട് പറയുക, നാവ് കൊണ്ട് ഇഖ്റാർ ചെയ്യുക, ഇഴ്തിറാഫ് ചെയ്യുക എന്ന. അല്ലാതെ അവർ വിശ്വസിച്ചു എന്നോ ആമനു എന്നോ അല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ ആയത്തിന് നിങ്ങൾ നൽകിയ വ്യാഖ്യാനവും അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ ആശയവും തെറ്റാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടി വന്നതിൽ നിങ്ങൾ എന്നോട് ഈർഷ്യത കരുതരുത്. അത് ഖുർആനിന്റെ അർത്ഥവും ആശയവും അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിതനാവുകയാണ്. രണ്ടാമത്തെ കാര്യം, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധം പോലെ തന്നെ രണ്ടാമത്തെ ഒരായത്ത് നിങ്ങൾ ഓതി. എന്താ? മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി, ആയത്തല്ല ഓതി, മാ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മക്കത്തെ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങൾക്ക് ആരാധിച്ചിരുന്നു, ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ ആരാധിച്ചിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞതെന്താ? മാ നഅ്ബുദുഹും, ഞങ്ങൾ ഈ വസ്തുക്കൾക്കൊക്കെ ആരാധിക്കുന്നത് ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹു എന്ന് പറയുന്ന വലിയ ഉടയതമ്പുരാന്റെ അരികിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാകുന്നു എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയല്ലേ ഇന്ന് സുന്നികളും ചെയ്യണത്? അല്ലേ? അല്ല. നിങ്ങൾ അവിടെയും നിങ്ങൾക്ക് ഭീമാബദ്ധം പറ്റി എന്ന് എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കണം. എന്താ കാരണം? അവിടെ ഒന്നാമത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, മക്കത്തെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുകയാണ്, ആരാധിക്കുകയാണ്. മാ നഅ്ബുദുഹും എന്ന നഅ്ബുദൂന അവർ പറഞ്ഞത്, ആരാധിക്കുന്നത് ഇതിനു വേണ്ടിയാണ് എന്നാണ് അവർ പറഞ്ഞത്. സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്ത് ലോകത്ത് കഴിഞ്ഞു പോയവരും ഇന്നുള്ളവരുമായ കോടാനുകോടി വരുന്ന മുസ്ലിമീങ്ങൾ അഹ്ലുസുന്ന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവർ ആരുണ്ടോ അവരാരും അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നില്ലേ? ഇല്ല. അങ്ങനെ ആര് ധരിച്ചിട്ടുണ്ടോ ആ ധാരണ തിരുത്തിയേ മതിയാകൂ. ആരാധന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നവരാണ് അഹ്ലുസുന്ന പ്രസ്ഥാനം. ഈ വിശ്വാസം മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയക്കാർ. അങ്ങനെയുള്ള സുന്നികളെ കുറിച്ച് നിങ്ങളൊക്കെ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നവരാണ് എന്നെങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് സുന്നത്ത് ജമാഅത്ത് അഹ്ലുസുന്ന ആരാധന അർപ്പിക്കുന്നേ ഇല്ല. ആരാധന അല്ലാഹുവിനു മാത്രമേ ഞങ്ങൾ സമർപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവിടെ മനസ്സിലാക്കിയതും ചെറിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, ചെറിയ വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു മക്കത്തെ മുശ്രിക്ക് ചെയ്യുന്നത് പോലെയാണ് നിങ്ങളും ശുപാർശ തേടുന്നത്, ശഫാഅത്ത് ആവശ്യപ്പെടുന്നത്. അതും തെറ്റാണ്, അതും അബദ്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് തകരാറ് പറ്റിയിട്ടുണ്ട്. എന്താണ് കാരണം? മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക്, പ്രതിഷ്ഠകൾക്ക്, ബിംബങ്ങൾക്ക് ആരാധന നൽകിക്കൊണ്ട് അവരിൽ നിന്ന് ശഫാഅത്ത് തേടുകയാണ്. ശഫാഅത്തിന് അർഹത ഇല്ലാത്ത കക്ഷികളിൽ നിന്ന് ശഫാഅത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ച് തേടുന്നു. അത് തെറ്റാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്. സുന്നികളായ ഞങ്ങളോ അഹ്ലുസുന്ന പ്രസ്ഥാനമോ മഹാത്മാക്കൾ അവരിൽ നിന്നാണ് ശഫാഅത്ത് തേടുന്നത്. ആ ശഫാഅത്ത് തേടുമ്പോൾ തന്നെ അവർക്ക് ഞങ്ങൾ ആരാധന നടത്തുന്നില്ല, ആരാധന ഇബാദത്ത് സമർപ്പിക്കുന്നില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ അവരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യതിരക്തത, വ്യത്യാസം നിങ്ങൾ ഇനം തിരിച്ചു മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയകമായി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ
വിശ്വാസപരമായി വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ തിരുത്തേണ്ടതാണ്. സഖാഫി, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സുന്നികൾ അല്ലാതെ ആരാധിക്കണം. അങ്ങനെ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ആവുലായി ശുഫാവുന ഇന്ദല്ലാ എന്ന് അവർ പറയുമ്പോ അവർ ശുപാർശകരായിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഇപ്പോ സുന്നികൾ നമസ്കരിക്കുന്നുണ്ട്, പിന്നെ എല്ലാവരും അള്ളാഹുവിലേക്ക് തിരിഞ്ഞാണ്, ഖിബിലക്ക് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്. പക്ഷേ നിസ്കാരത്തില് ഇന്നസ്സലാത്തി വനുസ്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം, എന്റെ ആരാധനാ കർമ്മങ്ങള്, എന്റെ ബലികർമ്മം എല്ലാം അള്ളാഹുവിനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് പറഞ്ഞത് വനഖനു അഖ്റബു മിൻകും മിൻ ഹബിലിൻ വരീദ്, നിന്റെ കണ്ടനാടിയോളം ഞാൻ അടുത്തവനാണ് എന്ന് പറഞ്ഞ് റബ്ബിനെ വിട്ടിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശുപാർശകരായിട്ട്? ഇപ്പൊ നമ്മള് മാലയിലൊക്കെ പറയുന്നുണ്ട്, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരല്ലവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന. എന്തിനാണ് ഇതിന്റെ അടിയിൽ നമ്മൾ ബദരീങ്ങൾ നേരിട്ട് അള്ളാഹുവിനോട് നമുക്ക് കാര്യങ്ങൾ പറയാം. അള്ളാഹു പറഞ്ഞു, വൈദാ സാലക ഇബാദി അന്നി വഇന്നി ഖരീബുൻ ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാനി, എന്റെ അടിമയോട് ഞാൻ അത്രത്തോളം അടുത്തവനാണ്, അവന്റെ വളരെ ചാരത്ത് തന്നെ ഞാനുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് നേരിട്ട് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഇതല്ലാതെ നമ്മൾ ഇടയിൽ വെച്ചിട്ട് ഇന്നാളെ ബർക്കത്ത് കൊണ്ട് ഇന്നാളെ ഇതുകൊണ്ട് ശുഫയാക്കണമെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അതല്ലാതെ അള്ളാഹുവിനെ അല്ലാതെ സുന്നികൾ ആരാധിക്കുന്നുള്ള ഒരു വാദവും ഇവിടെ പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ സുന്നികളായ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കുന്നില്ല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന ആ വാദവും അല്ലെങ്കിൽ ആ ആയത്തിൽ അവരുടെ ആ നിങ്ങൾ പറഞ്ഞതും മനസ്സിലാക്കിയതും ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായി. അൽഹംദുലില്ലാ, നമുക്കത് ഉപകാരപ്രദമാവണം ഈ മുഖാമുഖം. അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ? വനഹനു അഖറബു ഇലൈക്കും മിൻ ഹബിലിൽ വരീദ്, അല്ലേ? ഇലൈക്കും, അതെ. ആ ഖുർആൻ പറയുന്നു എന്താ? ഞാൻ നിങ്ങളിലേക്ക് കണ്ടതാടിയേക്കാളും ഏറ്റവും അടുത്തവനാണ് മനുഷ്യരിലേക്ക് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ പിന്നെ എന്തിനാണ് പിന്നെ അതിന്റെ ഇടയിൽ ഒരു ബറക്കത്തും അല്ലെങ്കിൽ അതിനിടയിൽ ഒരു മറ്റുള്ള ആളുകളെയും വിളിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം. നല്ല പ്രസക്തമായ ഒരു വിഷയമാണത്. സഹോദരൻ ചോദിക്കുന്നത്, സുന്നികളായ നിങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് പിന്നെ എങ്ങോട്ട് ചോദിക്കുന്നു എന്നാണ്. ആ ചോദ്യത്തെ അല്ലെങ്കിൽ ആ പരാമർശത്തെയും ഞാൻ നിങ്ങളോട് വളരെ സഹിഷ്ണുതയോടെ തന്നെ പറയുന്നു, ആ പറഞ്ഞതും ശരിയല്ല. ഞങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ടുള്ള പരിപാടി ഒന്നും ഞങ്ങൾ നടത്തുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിനോടാണ് എപ്പോഴും ചോദിക്കുന്നത്, എല്ലാ സമയത്തും ചോദിക്കുന്നത്. അങ്ങനെയാണ് മുജാഹിദുകളാണ് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് അള്ളാഹുവിനെ കൈയൊഴിയുന്നത്, അല്ലെങ്കിൽ മറ്റ് ബിദ്അത്തുകാരാണ് അപ്രകാരം ചെയ്യുന്നത്. എന്താ കാരണം? ഞങ്ങൾ എപ്പോഴും നമ്മളെ ഈ പരിപാടി തുടങ്ങിയപ്പോ തന്നെ അൽ ഫാത്തിഹ, എന്നിട്ട് എന്താ ചെയ്തത്? അൽഹംദുലില്ലാ, അല്ലാഹുമ്മ റബ്ബന, പടച്ചോനെ, റബ്ബേ, അള്ളാഹുവേ, ഇത് ഖൈറായ ബറക്കത്തുള്ള പരിപാടിയാക്കണേ, ഇതൊരു ഇൽമിന്റെ മജ്ലിസാക്കി കബൂലാക്കി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അള്ളാഹുവിനോട് ദുആർക്കാണ്. മുജാഹിദ് ഇങ്ങനെ പരിപാടി നടത്തുമ്പോൾ ദുആർക്കലുണ്ടോ? ഇനി അത് പോകട്ടെ, ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് പരിപാടി തീരുമ്പോൾ വീണ്ടും ദുആർക്കും, അല്ലാഹുമ്മ റബ്ബന, അല്ലാഹുമ്മ റബ്ബന എന്ന് പറഞ്ഞ് ഞങ്ങൾ ദുആർക്കും. അപ്പോഴും ഞങ്ങൾ ദുആർക്ക് തന്നെയാണ് അള്ളാഹിനോട്. ഇനി പോകട്ടെ, 5 വക്ത് നിസ്കാരം കഴിഞ്ഞാല് ആ നിസ്കാരത്തിന്റെ ശേഷം അപ്പോഴും ഞങ്ങൾ ദുആർക്കാണ്, അല്ലാഹുമ്മ റബ്ബന, അല്ലാഹുമ്മ റബ്ബന. മുജാഹിദും ജമാഅത്തും ചെയ്യലെന്താ? മൂടും തട്ടി എഴുന്നേറ്റ് പോലല്ലേ? പോലെ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടോ? പിന്നെ എവിടെ ഞങ്ങൾ അള്ളാഹിനെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത്? പിന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച രാവ്, ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവാണ്, അതുപോലെ തിങ്കളാഴ്ച രാവ്, ഇങ്ങനെ രാവിലൊക്കെ ഞങ്ങൾ പ്രത്യേകമായ ദുആ മജ്ലിസിനെ സംഘടിപ്പിക്കുന്നു. മുജാഹിദ് പറഞ്ഞത് എന്താ? അത് ബിദ്അത്താണ്, പാടില്ലാത്തതാണ്, അല്ലേ? എപ്പോഴും ഞങ്ങൾ അള്ളാഹുവിനോട് ദുആർക്കുന്നവരാണ്. മുജാഹിദും ജമാഅത്തുമാണ് അതിൽ താല്പര്യമില്ലാത്തവരും അള്ളാഹുവിനെ കൈയൊഴിക്കുന്നവരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാ പിന്നെ ഇനിയും അവശേഷിക്കുന്ന ചോദ്യം എന്താണ്? എന്നാൽ നിങ്ങൾ ദ്വാരക്കണ നേരത്തെ എന്തിനാ പിന്നെ അതിനിടയിൽ ബദരീങ്ങളെ വർത്താനം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റ് അമ്പിയാക്കളെ ഒന്ന് അതിൽ കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ്. ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ്
ഇമാം തൊബറാനി ഉദ്ധരിച്ച, അതുപോലെ ഒട്ടേറെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് ഒരു സഹാബി പറയാണ്, കണ്ണ് കാണാത്തൊരു സഹാബി വന്ന് പറയാണ്, നബിയെ അന ലരീറുൽ ബസർ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല നബിയെ, വലിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഉദുഉല്ലാഹ തആല അൻ യുആഫിയനി, എന്റെ രോഗം സുഖമാവാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്തു തരണം നബിയേന്ന സ്വഹാബി പറയുന്നത്. ആരോട് ആവശ്യപ്പെടുന്നത്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ ചെയ്തതെന്താ, പറഞ്ഞതെന്താ, നിർദ്ദേശിച്ചതെന്താ? അദ്ദേഹത്തോട് പറഞ്ഞു, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്, നീ എന്തു ചെയ്യണം? നീ പോയിട്ട് വുളു എടുക്കണം, എന്നിട്ട് പോയി സ്വല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ട് അവിടെ വെച്ച് നീ ദുആർക്കണം. എന്താ? സുമ്മ യദ്ഉ, കണ്ടോ, ദുആർക്കണം. എന്താ ദുആർക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചോനെ ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, വതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാനിതാ മുന്നിടുന്നു, ബിനബിയിക, നിന്റെ നബിനെ കൊണ്ട് ഞാനിതാ മുന്നിടുന്നു. ധാരാ പറയുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. ബിനബിയിക മുഹമ്മദിൻ, മുഹമ്മദ് നബിയെ കൊണ്ട് ഞാനിതാ മുന്നിടുന്നു. നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാനിതാ മുന്നിടുന്നു. കഴിഞ്ഞില്ല. ഇത് തവസ്സുല്. ഇനി ഒരു ഇസ്തിഗാസ ചെയ്യണം. അവിടെ റസൂലുള്ളാഹിനെ നേരിട്ട് വിളിക്കണം. റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു, ദുആഇന്റെ ബാക്കിയാണ്. യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ, ഇന്നി അതവജ്ജഹു ബിക, ഞാനിതാ തങ്ങളെ കൊണ്ട് മുന്നിടുന്നു, തങ്ങൾ മുഖേന ഞാൻ മുന്നിടുന്നു, ഇലാ റബ്ബി ഫി ഹാജതി, എന്റെ നാഥനിലേക്ക് എന്റെ ആവശ്യം പൂർത്തിയാവാൻ വേണ്ടി, ഹാദിഹി ഫി ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യം പൂർത്തിയാവാൻ വേണ്ടി നബിയെ ഞാനിതാ തങ്ങളെ കൊണ്ട് മുന്നിടുന്നു. തവസ്സുലുണ്ട്, റസൂലുള്ളാഹി തങ്ങളെ ഇടയാളനാക്കി ചോദിക്കലുണ്ട്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ചോദിക്കലും പറയലും ഉണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസാണ്. കണ്ടോ, മറ്റൊരു റിപ്പോർട്ടിൽ എന്റെ ആവശ്യം തങ്ങളെ പൂർത്തിയാക്കി തരാൻ വേണ്ടി, എന്റെ ആവശ്യം പൂർത്തിയാക്കി കിട്ടാൻ വേണ്ടി ഞാനിതാ തങ്ങൾ മുഖേന ചോദിക്കുന്നു. നീ അങ്ങനെ ചെയ്തോ, എന്നാ എന്റെ അസുഖം മാറും. ഈ സ്വഹാബി ഒന്നും ചെയ്തില്ല. ഇയാള് റസൂൽ പറഞ്ഞതല്ലേ, അതിൽ പിന്നെ അള്ളഹാനോട് ചോദിക്കുമ്പോ പിന്നെ നബിനെ അതിന്റെ അടിയിലൊന്ന് കൊണ്ടുവരണോ, നബിനെ ഒന്ന് വിളിക്കണോ? ആ ജാതി യുക്തിവാദമൊന്നും ഈ സ്വഹാബിക്കില്ല. കാരണം സ്വഹാബി അള്ളാന്റെ റസൂൽ പറഞ്ഞത് അംഗീകരിക്കുന്നയാളാണ്. മൂപ്പര് ചെയ്ത് പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. ഈ നിസ്കാരം നമ്മൾ കുതുബിയ്യത്തിന് മുമ്പുള്ള നിസ്കാരം എന്ന് പറയുന്നത്, ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം. ഈ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം അങ്ങ് ദുആ ചെയ്യുന്നു. ദുആ കഴിഞ്ഞ് കുറച്ചങ്ങ് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് വമാ തഫറഖ ബിനാ, ഞങ്ങൾ സദസ്സ് പിരിഞ്ഞില്ല. അപ്പോഴേക്ക് ഇതാ ആ സ്വഹാബി കഅന്നഹു ലം യകുൻ ബിഹി ളുർറുൻ ഖത്തു, ആ സ്വഹാബിക്ക് അല്പം പോലും അസുഖം ഇല്ലാത്തവരെ പോലെ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് മൂപ്പര്. ഒരു കാഴ്ചക്കുറവുമില്ല. ആരാത് ഉദ്ധരിക്കുന്നത്? 1 അല്ല 2 അല്ല 3 അല്ല, നിരവധി ഹദീസ് പണ്ഡിതന്മാർ. ഇമാം തുർമദി ഉദ്ധരിക്കുന്നു, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു, ഇമാം നസായി ഉദ്ധരിക്കുന്നു, ഇമാം തൊബറാനി ഉദ്ധരിക്കുന്നു. എത്ര ആളുകൾ, വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുന്നു. എന്നിട്ട് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത് ആരാ? ബിദ്അത്ത് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖമെന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ അവരുടെ നേതാവായ ഷൗക്കാനിയുടെ തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന പുസ്തകമാണിത്. അറബിയിലുള്ള ഈ പുസ്തകത്തിൽ അദ്ദേഹം ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. 170 പേജിൽ നോക്കുങ്ങള്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് ഇതെങ്ങനൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ടാ സുന്നികളായ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ശിർക്കല്ല, ഇത് കുഫറല്ല, ഇത് ബിദ്അത്തല്ല, ഇത് നരകത്ത് പോണ പരിപാടിയല്ല. ഇത് ഉദ്ദേശ്യ സാഫല്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. മഹാലിമാക്കളെ,
ഞാൻ പറയല്ല ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലും തെളിവുണ്ട്. എന്തിന്? അലാ ജവാസി തവസ്സുലി, അലാ ജവാസി തവസ്സുലി, തവസ്സുലി ജായിസാണ് എന്നതിന് തെളിവുണ്ട്. ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലല്ലാഹി അസ്സ വജല്ല. റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് ഇടയാളനെ ആക്കൽ. നിങ്ങൾ ചോദിച്ചില്ലേ, ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോ ബദരീങ്ങളെ ബർക്കത്തൊന്നാണ് വെച്ചു കൊടുക്കുക, ആരംഭ റസൂലുള്ളാഹിന്റെ ബർക്കത്തൊന്നാണ് വെച്ചു കൊടുക്കുക. അള്ളാഹു ബഹുമാനിച്ചവരുടെ ബർക്കത്ത് വെച്ചു കൊടുക്കുക, അത് അനുവദനീയമാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഹദീസുകൾ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യങ്ങളാകുന്നു.